ഹായ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പുറത്ത് പഠിച്ചാലുള്ള യൂസും മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് രീതിയിൽ നമുക്ക് ഇത് പറയാം. അതായിരിക്കും ബെറ്റർ. നമുക്ക് മെറിറ്റ് പറയാം. എപ്പോഴും പോസിറ്റീവ് സൈഡായിരിക്കുമല്ലോ നല്ലത്. ഇപ്പോൾ നാട്ടിൽ പഠിക്കുക എന്ന് പറയുന്നത് നീറ്റിന് നല്ല സ്കോർ വേണം, റിസർവേഷൻ ഇഷ്യൂസ്, പ്രൈവറ്റിലാണെങ്കിൽ ഹ്യൂജ് എമൗണ്ട്. ഇതൊക്കെ തരണം ചെയ്ത് നമുക്ക് MBBS എന്ന വിഷനാണ് ഒരാൾക്കുണ്ടെങ്കിൽ, നല്ല ഡ്രീം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ചോയ്സ് തന്നെയാണ് പുറത്ത് പഠിക്കുക എന്നുള്ളത്. പുറത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം റഷ്യ ആയാലും ബംഗ്ലാദേശ്, ചൈന, നേപ്പാൾ, അല്ലെങ്കിൽ നമ്മുടെ കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അല്ലെങ്കിൽ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഈവൻ മലേഷ്യയിൽ വരെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഫിലിപ്പീൻസ്. സോ ഇവിടെയൊക്കെ പോയി പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈസി ഓപ്പർച്യൂണിറ്റി വളരെ ഈസിയാണ്. നിങ്ങൾക്ക് വലിയ ക്വാളിഫിക്കേഷൻ എക്സാമോ ഒന്നും വേണം, ജസ്റ്റ് നീറ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കാം ഒരു ചെറിയ ചിലവിൽ. ഇപ്പോൾ ഏറ്റവും കൂടിയത് ഇപ്പോൾ ഒരു 4 ലക്ഷം രൂപയായിരിക്കും പെർ ഇയർ നമുക്ക് അടയ്ക്കേണ്ടി വരുന്നത്. സോ അങ്ങനെ 6 വർഷം കൂട്ടിയാൽ തന്നെ ഒരു 25 lakhs ഒക്കെ വരത്തുള്ളൂ മാക്സിമം. ഇപ്പം വേറെയൊക്കെ രാജ്യങ്ങൾ, ഇപ്പോൾ കിർഗിസ്ഥാനോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ, ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ കസാഖിസ്ഥാനൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 1.5-2 ഞാൻ കേൾക്കുന്നത്. എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിയത്തില്ല, ഡിപ്പെൻസ് ആണ് അതൊക്കെ. സോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒരു ടോട്ടൽ ഒരു 15 ലക്ഷം രൂപയ്ക്ക് താഴെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. സോ അങ്ങനെ പഠിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ ശരിക്കും വലിയ കാര്യമല്ലേ. നല്ലതുപോലെ പഠിച്ച് അവിടെ വ്യക്തമായിട്ട് പഠിച്ച് അവിടെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ വ്യക്തമായിട്ട് കണ്ട് പഠിച്ച് നാട്ടിൽ വന്ന് FMG പാസ്സായി കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ എക്സാം എഴുതി INICET പോലുള്ള പരീക്ഷ എഴുതി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ PGക്ക് കയറി ഒരുപാട് പേരെ എനിക്കറിയാം. മെഡിക്കൽ റേഡിയോളജി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, ന്യൂറോ സർജറിയിലേക്ക് ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ പഠിച്ചത്. പിന്നെ ഒരുപാട് പേര് ഓർത്തോ എടുത്തവരുണ്ട്, പീഡ്സ്, മൈക്രോ, അങ്ങനെ എല്ലാ ഡിഫറെൻറ്റ് മേഖലയിൽ പോയ ആൾക്കാരുണ്ട്. സോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങളൊന്ന് വർക്ക് ചെയ്യാൻ നല്ല ഹാർഡാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊണ്ട് എന്താ പറയുക, ഒരു വർക്കോളിക്കായിട്ടുള്ള ആളാണ്, നല്ല രീതിയിൽ ഇപ്പോൾ പുറത്ത് പോയാലും സെൽഫായിട്ട് പഠിക്കാൻ പറ്റും. അതുമല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പുറത്ത് പോയാൽ ഇപ്പം നമുക്കിനി വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് നീറ്റ്, PG, INICET അല്ല, ഒരു കമ്പൈൻഡ് ആയിട്ട് എല്ലാവർക്കും, ഇപ്പം സ്റ്റേറ്റ്, സെൻട്രൽ, പുറത്ത്, പ്രൈവറ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് നെസ്റ്റ് എന്ന് പറയുന്ന എക്സാം ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. സോ അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ FMG എന്ന് പറയുന്ന ആ ഒരു വിളിപ്പേര് വരെ കാണത്തില്ല. കാരണം രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആ എക്സാം എന്ന് പറഞ്ഞാൽ ടഫാണ്. ഇപ്പം പ്ലാബോ USMLE കണക്ക് കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും കുറച്ചുകൂടെ ഒരു വൈവയൊക്കെ ചേർന്ന ഒരു എക്സാമാണ് ഈ നെസ്റ്റ് എന്നാണ് പറയുന്നത്. സോ അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ പാസ് പെർസെൻറ്റേജ് അതനുസരിച്ച് കുറയും. അതനുസരിച്ച് കുറയുക മാത്രമല്ല, ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ടോപ്പിൽ ക്ലിനിക്കൽ ബ്രാഞ്ച് തന്നെ കയറാൻ കഴിയും ഇന്ത്യയിൽ. അതല്ല, നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ട് ഇപ്പോൾ പുറത്ത് പഠിക്കുന്നവർക്ക് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് യൂറോപ്പിലോട്ട് പോകാൻ പറ്റും. ഇപ്പം പല രാജ്യങ്ങളിലും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ USMLE ആയാലും UK-യിലെ പ്ലാബൊക്കെ ആയാലും അവർക്ക് ഒരു സൈറ്റുണ്ട്. ആ സൈറ്റിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് അടിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലുള്ള പല യൂണിവേഴ്സിറ്റിയിലും അതിൻ്റെ ഒരു റെക്കഗ്നൈസേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെയാണ് ഇല്ലാത്തത്, ഏതൊക്കെയാണ് ഉണ്ട് എന്നുള്ള കാര്യം. സോ അങ്ങനെ ഒരു കാര്യം നോക്കുമ്പോഴും അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ പുറത്ത് പഠിക്കുന്നവർക്ക്. അവർക്കൊക്കെ ശരിക്കും ഇൻ്റർനാഷണൽ ലെവലുള്ള ടീച്ചിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഇപ്പം USMLE ലെവലുള്ളത്. അപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം, നമുക്ക് ഫിസിയോളജിയും പാത്തോയും ഉണ്ട്. അത് രണ്ട് സെപ്പറേറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ സിലബസ് അനുസരിച്ച്, ഇപ്പോൾ ഇന്ത്യയിൽ പഠിക്കുന്ന ആൾക്കാർ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർക്ക് ഇത് രണ്ടിൻ്റെ പുറമെ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് വേറെ സബ്ജക്റ്റും കൂടെ അഡീഷണൽ പഠിക്കാനുണ്ട്. അതാണ് പാത്തോ ഫിസിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് അനാലിസിസ്, ഒരു ഡിസീസിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും ഒരു A to Z അനാലിസിസ് ഉണ്ടായിരിക്കും. കുറച്ചും കൂടെ വ്യക്തമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും അത് വരുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ ലെവലും ഒരു ഫിസിയോളജിക്കൽ ലെവലും കൂടെ നമുക്ക് കുറച്ചുകൂടെ കമ്പൈൻ ചെയ്ത് കുറച്ചുകൂടെ ഇതിനെക്കുറിച്ചൊരു ഡെപ്തിൽ പഠിക്കാൻ പറ്റുന്നൊരു ശാഖയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഇന്ത്യയിലില്ല. അതൊക്കെ ഓരോ സിലബസ് ആയിട്ട് വ്യത്യാസം വരുന്നതാണ്. സോ അങ്ങനെ പല കാര്യങ്ങളെടുത്താലും പുറത്ത് പഠിക്കുമ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ആ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഞാൻ ഇപ്പോൾ ഡിസ്അഡ്വാൻറ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡീമെറിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞത് വളരെ ചെറിയൊരു പെർസെൻറ്റേജാണ്. ഇപ്പോൾ ഒരു 100 പേരെടുത്താൽ അതിനകത്തൊരു 20 പേരോ 15 പേരൊക്കെ വരുന്ന ഒരു 20 അല്ലെങ്കിൽ 15% വരുന്ന ആൾക്കാരാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ടരെന്ന് പറയുന്നത്. എക്സാം എഴുതി പാസ്സായി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവർ. ഇപ്പം 6 വർഷമാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഡീമെറിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 വർഷമാണ് ഇതിൻ്റെ സ്റ്റഡി പീരീഡ് എന്ന് പറയുന്നത്. സോ ആ പീരീഡ് മാത്രമല്ല, നമ്മളിപ്പം മോസ്റ്റ്ലി ഇവിടുന്ന് പോകുന്നവരൊക്കെ ഒരു നീറ്റിൻ്റെ റീനീറ്റൊക്കെ കഴിഞ്ഞവരായിരിക്കും. സോ അങ്ങനെ പോകുമ്പം 6 വർഷം അതും 1 വർഷം നീറ്റിന് ഡ്രോപ്പ് ചെയ്യുന്നതും പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇൻറ്റേൺഷിപ്പ് കമ്പൽസറി ആയിപ്പം. സോ അങ്ങനെ കേരളത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ, ഓരോ സ്റ്റേറ്റിനും ഓരോ കൗൺസിലുണ്ട്, മെഡിക്കൽ കൗൺസിൽ. അതിനകത്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനും കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കേരളത്തിലാണ് അത് ഏറ്റവും ബുദ്ധിമുട്ട് ചെയ്യാൻ. സോ
ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യണം അത് കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് 1 വർഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ സർട്ടിഫിക്കറ്റ് പിന്നെ ഒരു 5, 6 മാസം. സോ ഓൾ ടു ഒരു 2, 2.5 വർഷം അതിന് വേണ്ടി മാത്രം പോവും. എങ്ങനെ പോയാലും 2 വർഷം മിനിമം 2 വർഷം നിങ്ങൾക്ക് പോകും. 1 വർഷം കമ്പൽസറി ഇന്റേൺഷിപ്പ്, പിന്നെ ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ടൈം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ സമയം പോകും. നിങ്ങളത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നാൽ മതി. അവിടെ എന്നും ഓരോരുത്തർ വന്ന് അവരെ നല്ല രീതിയിൽ ചീത്ത വിളിച്ചിട്ട് പോകുന്ന ദയനീയമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കാരണം വളരെ സ്ലോ ആണ്. വളരെ സ്ലോ എന്ന് പറഞ്ഞാൽ 7-8 മാസം എടുക്കും നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റിന് അവരൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. മറ്റ് കൗൺസിലൊക്കെ വളരെ വ്യക്തമായിട്ടും വളരെ ഫാസ്റ്റായിട്ടും മൂവ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, ഇവിടുത്തെ കൗൺസിലിന് ഏകദേശം 20,000 രൂപയ്ക്ക് പുറത്ത് നമ്മൾ അടയ്ക്കേണ്ടി വരും ഈ സമയത്ത്. അതൊക്കെ മാറ്റാം. സോ ഓൾ ടുഗദർ നിങ്ങൾ MBBS കഴിഞ്ഞ് പഠിച്ചിറങ്ങി ഇവിടുത്തെ എക്സാം എഴുതി ഇന്റേൺഷിപ്പ് എഴുതി നമ്മുടെ കയ്യിലൊരു മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 9 വർഷം എടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം 19-ആം വയസ്സ് അല്ലെങ്കിൽ 19-ആം വയസ്സ് നിങ്ങൾ പോകുമെന്ന് വെച്ചോ, ഒരു 27-28 വയസ്സാകുമ്പോഴേ നിങ്ങൾക്ക് കയ്യിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. എങ്ങനെയാണെങ്കിൽ ആദ്യമേ പാസ്സായാൽ. ഇപ്പോൾ 2011 ബാച്ച് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ 2017-ലും 2015-ലൊക്കെ പാസ് ഔട്ട് ആയവർ ഇപ്പോഴും FMG പാസ്സാവാതെ മറ്റ് ജോലികളെടുത്ത് ജീവിക്കുന്നവരുണ്ട്. മറ്റ് ജോലി വെച്ചാൽ ബിസിനസ്സിലോട്ട് മാറിയവരുണ്ട്. ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് എന്നൊരു ജോലിയുണ്ട്. അപ്പോൾ അതിനിപ്പോൾ MBBSൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം മെയിനായിട്ട് ഈ ആയുർവേദം, യുനാനി അങ്ങനെ പഠിച്ച ഈ ഇതിൻ്റെ മെഡിസിൻ തന്നെ താഴോട്ടുള്ള ബ്രാഞ്ചുകൾ എടുക്കുന്ന ആൾക്കാരാണ് ശരിക്കും അതിൽ നിൽക്കുന്നത്. പിന്നെ MSCയുടെ ശരിക്കും ക്വാളിഫിക്കേഷൻ ഉള്ളത്. പക്ഷേ ഒരു 15-20 റേഞ്ച് അവർക്ക് ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് മറ്റവരും വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു മിക്സോപ്പതിയുടെ വലിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഞാൻ ബാംഗ്ലൂരിലൊക്കെ, ഞാൻ നിംഹാൻസിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്ത സമയത്ത് ഇടയ്ക്ക് ഈ പ്രൈവറ്റ് പ്രാക്ടീസിന് വേണ്ടി വെച്ചാൽ GPക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു തവണ ഇങ്ങനെ ചോദിച്ചപ്പം അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെക്കാളും കുറഞ്ഞ ശമ്പളത്തിൽ ഇവിടെ BAMS, BDS അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വാർഡ് ഡ്യൂട്ടി അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു കോമ്പറ്റീറ്റീവായിട്ട് മാറി. അപ്പം ശമ്പളം ശരിക്കും കുറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ MBBS കൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു കാര്യമില്ല. ഈവൻ സ്പെഷ്യാലിറ്റി കൊണ്ടും കാര്യമില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി തന്നെ വേണം. ഇപ്പം നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു കൈക്കൊരു തരിപ്പ്, ഇപ്പം അത്യാവശ്യം ജസ്റ്റ് ഒരു ന്യൂറോപ്പതി എന്തെങ്കിലും ആയിരിക്കും. അപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ജനറൽ മെഡിസിൻ ആൾക്കാരല്ല ഇപ്പോൾ പോയി കാണുന്നത്. ആൾക്കാർക്ക് നല്ല വിവരമുണ്ട്. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയല്ലോ. ഉടനെ പോണത് DM ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്താണ്. സോ MD കൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. DM എടുത്തിട്ടേ കാര്യമുള്ളൂ. DM-ലും അതിലും ഒരു സ്പെസിഫിക് ഏരിയയിലായിട്ട് ഇപ്പം ഏരിയയിലോട്ട് ഇങ്ങനെ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് ആ ഏരിയയിലോട്ട് നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക പ്രാഗൽഭ്യം കാണിക്കേണ്ട അവസ്ഥയാണ് ശരിക്കും ഇന്നത്തെ എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് കാര്യം എന്ന് പറയുന്നത് ഈ പുറത്ത് പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇതിൻ്റെ ഒരു ബ്രോഷറും കാര്യങ്ങളൊക്കെ വായിക്കാൻ പറയും. ഇന്ത്യൻ ടീച്ചേഴ്സ് വന്ന് പഠിപ്പിക്കും. അവിടുത്തെ ഫുഡ് ഭയങ്കരമാണ്, ഇന്ത്യൻ ഫുഡ് കിട്ടും, അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് കാര്യങ്ങളെപ്പറ്റി ഒരുപാട് പറയും. സത്യം പറയാം, 0% ഒന്നും വിശ്വസിക്കേണ്ട. ഈ സെയിം സാറ് എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ടീച്ചേഴ്സ് വന്ന് പഠിപ്പിക്കും. അതേ ഒരു ടീച്ചേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല, സത്യം ഒന്നും കണ്ടില്ല. പിന്നെ ആകെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലെ FMG എക്സാമിന് പ്രിപ്പറേഷന് വേണ്ടി ഒരു സാറിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. നമ്മൾ നടന്നിട്ടില്ല. പക്ഷേ വേറെ പല യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പഴയ കണക്കല്ലല്ലോ ഇപ്പം, കുറച്ചുകൂടെ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസിയാണ് ഇന്നത്തെ കാലത്ത്. സോ അതൊന്ന്. 2 ഫുഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പുറത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മളും ഈ ഒരു ആവശ്യത്തിന് റിസ്ക് എടുത്ത് പോകും. അപ്പോൾ നമുക്കും കുറച്ച് സാക്രിഫൈസും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് പേരൻസിനൊക്കെ അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ കുട്ടികളെ അയക്കുന്ന സമയത്ത് ഇത് ഫുൾ ഫ്രീഡം ആണ്. ഫുൾ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ടു ഹെവൻ ടു ഹെൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഫുൾ ഫ്രീഡം ഉണ്ട്. ഇപ്പോൾ നാട്ടിൽ ഫ്രീഡം അല്ലേ ഉണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ എയിംസിലായാലും അവരും പാർട്ടിക്ക് പങ്കെടുക്കുകയും ഡ്രിങ്ക്സ് ചെയ്യും, പുകവലിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ ഒരു 2-3 ഇരട്ടി എക്സ്ട്രാ ആയിരിക്കും പുറത്തുനിന്ന് പറഞ്ഞാൽ. കാരണം യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ആ കൺട്രിയും കൊടുക്കുന്നില്ല. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൺട്രിയുടെ അകത്തൊരു ലോയും മറ്റു കാര്യങ്ങളും വെച്ച് നമുക്ക് ഒരുപാടൊന്നും അങ്ങ് ഫ്രീഡം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ അങ്ങനെയല്ല, ആ കൺട്രി നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം തരുന്നുണ്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ആ രീതിയിൽ ഫുൾ സ്ട്രെച്ചിൽ അവർക്ക് ഫ്രീഡമാണ് കിട്ടുന്നത്. അപ്പം ഒരു മിനിമം എമൗണ്ട് മാത്രമേ ഇങ്ങനെ പോകുന്ന കുട്ടികൾക്ക് വീട്ടുകാർ കൊടുക്കാവൂ. അവർ പല രീതിയിലും പറയും. ആ ക്യാഷ് ഈ ക്യാഷ്, ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അത് അവർക്ക് വെറുതെ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കി. ഒരു 5Kക്ക് പുറത്തൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് കുട്ടികളുടെ ഭാവിക്ക് നല്ലത്. 2, അവർ പല കാര്യങ്ങൾ പറയും, ഹോസ്റ്റൽ വിട്ടിട്ട് ഫ്ലാറ്റ് എടുക്കാൻ. സോ ആ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പഠിത്തമല്ല നടക്കുന്നത്, അവരുടെ കലാപരിപാടികളും.
പല രീതിയിലുള്ള എന്തോ റിലേഷൻഷിപ്പിലാവുന്നവരാണ് മെയിനായിട്ട് ഫ്ലാറ്റിലൊക്കെ പോകുന്നത്. അങ്ങനെ പിന്നെ പഠിക്കാൻ പോകുന്നവരും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, ചെറിയ ശതമാനം. പക്ഷേ മെജോറിറ്റിയൊക്കെ അങ്ങനെ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കാതിരിക്കുക, ഹോസ്റ്റലിൽ തന്നെ നിൽക്കാൻ മാക്സിമം ചെയ്യുക. കാരണം നമ്മളിവിടെയൊക്കെ ഹോസ്റ്റലിൽ നിന്ന ആൾക്കാരാണ് ഇന്ന് രക്ഷപ്പെട്ട് പോയിട്ടുള്ളത് മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ഹോസ്റ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ക്ലാസ് 8 ആയിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഈ തണുപ്പെന്ന് പറയുന്നത് പല ഏരിയയിൽ, ഇപ്പോൾ നമ്മുടെയൊക്കെ തണുപ്പത്ത് കൂടുതലുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ രാവിലെയൊക്കെ എണീച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഫ്ലാറ്റിലുള്ളവർ അവിടെ നിന്ന് തണുപ്പത്ത് വരത്തുമില്ല. സോ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിരളമായ ഒരു കാര്യമായി മാറും പിന്നെ ഫ്ലാറ്റിലുള്ളവർക്ക്. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി ഇങ്ങനെ ഫ്ലാറ്റിൽ പോയി താമസിച്ചിട്ട് എന്നെപ്പറ്റി കുറച്ചൊരു അപവാദങ്ങൾ പറഞ്ഞിരുന്നു ആ സമയത്ത് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നുള്ളൂ. അപ്പം ആ സമയം അവർ ഫ്ലാറ്റിൽ പോയതിന് കാരണം അവർ കുക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഫുഡിൻ്റെ ഇഷ്യൂ മാത്രമല്ല, അവർക്കൊക്കെ അവിടെ റിലേഷൻഷിപ്പും കാര്യത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഫ്ലാറ്റ് എടുക്കുന്നത് തന്നെ. അപ്പം എക്കണോമിക്കലി ആയാലും എന്തായാലും നമ്മുടെ ഹോസ്റ്റലിൽ നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും സേഫും നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, എല്ലാം പറ്റുന്നത്. അതാവുമ്പോൾ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ട്. ടോട്ടലി അകത്താണ് നമ്മൾ നിൽക്കുന്നത്, ഹോസ്പിറ്റലിലെ യൂണിവേഴ്സിറ്റിയുടെ അകത്ത്. അപ്പോൾ പുറത്ത് പോയി നിൽക്കുന്നവരെ ഞാൻ കുറ്റം പറയുന്നില്ല, നല്ല ശതമാനം പഠിക്കാൻ ആഗ്രഹമുള്ളൂ. പിന്നെ നല്ല വരുന്നവരൊക്കെ നല്ല അത്യാവശ്യം ക്യാഷ് റിച്ച് ഉള്ളവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് പോകാനുള്ള സാഹചര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയല്ല, ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ഡോക്ടറാണെന്ന് ശരിക്കും ഒരു ആഗ്രഹത്തിന് പോവുകയാണെങ്കിൽ പേരൻസിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കാരണവശാലും ഹോസ്റ്റലിൽ വിട്ടിട്ട് ഈ ഫ്ലാറ്റിൽ പോയി താമസിക്കുക അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് പറയും. അങ്ങനെ ചെയ്യാതിരിക്കുക, അത് പിന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് മുന്നോട്ട് പോകേണ്ടി വരും പല കാര്യങ്ങളായിട്ട്. പിന്നെ അങ്ങനെ പോയി നല്ലോണം പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നും പറയുന്നില്ല. മെജോറിറ്റി സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ അവിടുത്തെ എക്സാമിൻ്റെ പാറ്റേൺ, എക്സാം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ എന്നൊക്കെ പലരും പറയാറുണ്ട്. ഒരു പരിധിവരെ അങ്ങനെ എനിക്കും തോന്നാറുണ്ട്. കാരണം എക്സാമിന് ചിലരൊക്കെ മൊബൈൽ നോക്കി എഴുതുന്നവരുണ്ട്. എക്സാം നമ്മുടെ നീറ്റിൻ്റെ കണക്ക് പേപ്പർ ചോർത്തി എക്സാമിന് ഉത്തരം വരുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുണ്ട്, ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതെന്ന് പറയുന്നത്. പിന്നെ വേറെന്തോ പറയാൻ, ഇതൊക്കെയാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. സോ ഓവറാൾ എൻ്റെ അടുത്ത് ചോദിക്കണം ഒരാൾ, നമ്മുടെ മോളിപ്പം നീറ്റിന് അല്ലെങ്കിൽ മകൻ ഇപ്പം നീറ്റിന് റീനീറ്റ് ചെയ്തു, റിപ്പീറ്റ് ചെയ്തു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ പുറത്ത് പഠിക്കാൻ സെമ്മിലിപ്പം ഒരു 2 ലക്ഷം രൂപ ആകത്തുള്ളൂ. അപ്പോൾ ഒരു വർഷം 4 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 3.5 ലക്ഷം രൂപ ആകത്തുള്ളൂ. അപ്പം പറഞ്ഞു വിടട്ടോ എന്നൊരു ചോദ്യം വന്നു. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ MBBS പുറത്ത് പഠിച്ച് നാട്ടിൽ വന്ന് രജിസ്റ്റർ ചെയ്യാൻ ഏകദേശം ഒരു മിനിമം ഒരു 8 വർഷം എടുക്കും. ഇത് പാസ്സായില്ലെങ്കിൽ പിന്നെ എടുക്കുന്ന വർഷത്തിന് കണക്കില്ല. 35 വയസ്സായിട്ടും 18 വയസ്സിൽ പോയിട്ടും 35 വയസ്സായിട്ടും ഇതുവരെ പാസ്സാവാത്ത ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ് പെൺകുട്ടികളാണെങ്കിൽ അവർ പലരും പാസ്സാവാതെ കല്യാണം കഴിച്ച് ദുബായിൽ പോയവരുണ്ട്, അല്ലെങ്കിൽ വേറെ ജോലി എടുത്ത് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ പോയ ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നതല്ല. സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പോവാതിരിക്കുക. കാരണം നിങ്ങളിപ്പോൾ 2, 3, 4 വർഷം ഇവിടെ റിപ്പീറ്റ് ചെയ്യും, സുഖമായിട്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അതുമല്ല, നിങ്ങൾക്ക് ഈ MBBS എന്ന് പറയുന്ന ഡോക്ടർ ടാഗ് കിട്ടാൻ, ഇതിപ്പം അലോപ്പതി മാത്രമൊന്നുമല്ല, ഇപ്പം ആയുർവേദം, ശരിക്കും ആയുർവേദത്തിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇപ്പം പുറത്ത്. ഇനി വരുന്ന ലോകത്തിന്